ഹലോ സുഹൃത്തുക്കളെ, ഇപ്പോൾ ഞാൻ ലോഡ് കയറ്റാൻ ഹരിയാനയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു സംഭവം പറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വണ്ടി എടുത്ത് 23-ൽ, ഇപ്പോൾ 1.5 വർഷം ആയി. അപ്പോൾ നമുക്ക് നാട്ടിൽ ഓടുന്നതിന് നമുക്ക് ഒരു വിരോധവുമില്ല, പ്രശ്നവുമില്ല, ഒന്നും ടെൻഷനുമില്ല. എങ്ങനെ ആയാലും ഓടാം. അതായത് നമ്മൾ മഹാരാഷ്ട്ര, ഹരിയാന, പിന്നെ രാജസ്ഥാൻ, ഇതൊക്കെ കഴിഞ്ഞ് ബോംബെ, ഇതങ്ങനെയൊക്കെ പോകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, പിന്നെ ഒരു പോലീസുകാർ മഹാരാഷ്ട്രയിൽ തടുത്തിട്ട് പറയാണ്, ബുക്ക് എടുക്കാൻ പറഞ്ഞു. വണ്ടിയുടെ എടുത്ത് കൈ കൊടുത്തപ്പോൾ ഇതാണ്ട, ഈ ബുക്ക് എടുത്ത് കൈ കൊടുത്തു. നമ്മുടെ ഇതെടുത്ത് കൈ കൊടുത്തപ്പോൾ, ഇതെന്താ ഇത് തരുന്നത്, ഒറിജിനൽ എടുക്കുക എന്നാണ് പറയുന്നത്. ഒറിജിനലാണ് ചോദിക്കുന്നത്. സാർ ഇത് ഒറിജിനലാണ് പറയുമ്പോൾ, അല്ല നീ വണ്ടി കട്ടിട്ട് വന്നാണ് എന്ന്. എങ്ങനെയുണ്ട് വണ്ടി, നീ എന്നെ കട്ടിട്ട് വന്നാണ്. എന്നിട്ട് ഞാൻ അത് എൻ്റെ പേരാണ് ഞാൻ എന്നൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് എന്നെ വിട്ടത്. എന്താണ്, എൻ്റെ പേരിലാണല്ലോ അത് കിടക്കണ, എല്ലാം ഇതായിട്ട് വിട്ടു. അപ്പോൾ അവർക്ക് എന്താണ്, ഇതൊന്നും പ്രശ്നമല്ല. ഇത് എന്തിനാണ് ഇത് ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ, അവനിക്ക് 5000 രൂപ വേണവേ. അപ്പോൾ ഇത് ആലോചിക്കണം, നമ്മുടെ നാട്ടിലുള്ള അധികാരികളൊക്കെ ഇത് ശ്രദ്ധിക്കുക. എന്താണെന്നറിയാം, പുറത്ത് ഓടുന്ന വണ്ടിക്കാരെ ഒരുപാട് ദ്രോഹിക്കുന്നുണ്ട്. ബുക്ക് ശരിയല്ല, ലൈസൻസ് മറ്റേ ചിപ്പില്ല. ബുക്ക് തമിഴ്നാടൊക്കെ നോക്കിയാൽ മതി, ഇങ്ങനെയല്ല. അതൊക്കെ നല്ല അടിപൊളി ചിപ്പായിട്ടുള്ള സാധനമാണ്. നമ്മുടെ കേരളത്തിൽ മാത്രം ഇങ്ങനെ ഒരു പ്രോബ്ലം. ഇത് ഒന്നേ പറയാനുള്ളൂ, ആരെങ്കിലും അധികാരികൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ വണ്ടിയിൽ വരിക. ആരെങ്കിലും വണ്ടിയിൽ വന്നോ, സ്ഥലങ്ങളും കാണാം. ഞങ്ങളുടെ ബുദ്ധിമുട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അറിയാൻ വേണ്ടി. അപ്പം അങ്ങനെ ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ ഉപകാരമായി. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിയാൽ അടിപൊളിയായി. എന്താണെന്നറിയോ, കൂടുതലും ഡ്രൈവർമാർ ഈ പുറത്ത് ഓടുന്നതാണ്. ഇല്ലാതെ നാട്ടിൽ മാത്രമല്ല ഓടുന്നത്. കേരള, തമിഴ്നാട്, കർണാടക ഇങ്ങനെ ഓടുന്നതിനൊന്നും വിഷയമല്ല. ഇതൊക്കെ ധാരാളം മതി, ഒന്നും പ്രശ്നമില്ല. ഞങ്ങൾക്കും ടെൻഷനുമില്ല. ഞങ്ങൾ ചെറുതാക്കുക അല്ല, ബുദ്ധിമുട്ടിക്കുക അല്ല. പക്ഷേ ഞങ്ങളുടെ ഓരോ അനുഭവം പറയാണ്, പറയാതെ വയ്യ. എന്നാൽ പുറത്ത് പോകുമ്പോൾ അവർ ആദ്യം കാക്കി ഇട്ടിട്ട് പാൻറ്റ് കാക്കിയല്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ പല വിധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവർ എങ്ങനെയെങ്കിലും പണം പിടുങ്ങാൻ വേണ്ടി പല രീതിയിൽ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്താണെന്നറിയാം, നമ്മുടെ അധികാരികൾ ഇതൊക്കെ ബുക്കൊക്കെ ഒന്ന് നല്ല കണ്ടീഷനായിട്ടുള്ള ഒരു ആ ചിപ്പ് ഒന്ന് ഇറക്കിയാൽ വേണ്ടില്ല. എല്ലാവിടെയും ആയി, കർണാടക, മഹാരാഷ്ട്ര, തമിഴ്നാട് എല്ലാം ഈ വണ്ടീൻ്റെ ബുക്ക് മറ്റേ ഇതാണ്, കാർഡ്. ഇത് ഇങ്ങനെയൊന്നും കൊടുത്ത് ബുദ്ധിമുട്ടിക്കരുത്. ആരും തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ മോശമാക്കുകയല്ല, നമ്മുടെ ഓരോ ബുദ്ധിമുട്ടുകൾ പറയണേ. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, പൈസകൾ വാങ്ങിക്കുകയാണ് ഇതിൻ്റെ പേരിൽ. ലൈസൻസ് ചിപ്പില്ല, ആയിപ്പോട്ടെ, അതൊരു കാർഡ് ഇപ്പം അടിച്ചു തന്നു. 5-6 മാസം വെയിറ്റ് ചെയ്തിട്ടാണ് അത് കിട്ടിയത്. നമ്മൾ വിചാരിച്ചു അക്ഷയിൽ പോയിട്ട് അത് ഒറിജിനൽ നല്ല ലെവലിൽ കിട്ടുന്നത്. നോക്കിയപ്പോൾ അത് ഒരു ഫോട്ടോസ്റ്റാറ്റ് പോലെ ഒരു സാധനം, കാർഡ്, അതാണ് തന്നത്. അപ്പോൾ ഇതൊന്നും ലൈസൻസ് അല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ പോയി. എന്താണെന്നറിയാം, ഇതെല്ലാം കണ്ടീഷനായാലേ നമുക്ക് രക്ഷയുള്ളൂ. ഇല്ലാതെ എല്ലാവരും അല്ല, ഒരുപാട് ആൾക്കാർ ഇതുപോലെ പൈസ അതർ സ്റ്റേറ്റിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇത് ക്ലിയർ അല്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ 5000 ചോദിച്ചു. ലാസ്റ്റ് 1000 രൂപ കൊടുത്തിട്ടാണ് ഞാൻ പോയത്. വേറെ വഴിയില്ല. ഇത് പറയുന്നത് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണം.
അതാണ് വേണ്ടത്. ഇല്ലാതെ നമ്മൾ ഇവിടെ വന്ന് ഒരാൾ ഹെൽപ്പിങ്ങിനില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ നമ്മൾ പ്രശ്നം ഉണ്ടാക്കാനൊന്നും പോകുന്നില്ല. പ്രശ്നങ്ങൾ ഉണ്ടായാൽ നമ്മൾ ആര് രക്ഷിക്കും? ഇപ്പോൾ മധ്യപ്രദേശ് കയറുമ്പോൾ ഒരു ബൈക്കുകാർ ഫ്രണ്ടിൽ കൊണ്ടിട്ടു, എന്നിട്ട് 500 രൂപ വേണമെന്നാണ് പറയുന്നത്. ഒരു യൂണിഫോമും ഇല്ല, ഒന്നുമില്ല. ഒരു ബൈക്കിൽ വന്നിട്ട് എന്താണ് ചോദിക്കുമ്പോൾ എൻട്രൻസ് ഫീസാണ്. വണ്ടീൻ്റെ ഫ്രണ്ടിലിട്ടിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഞാൻ വണ്ടി ലോക്കാക്കിയിട്ട് വേഗം അടുത്ത് പഞ്ചാബികളുണ്ടായിരുന്നു, അവരടുത്ത് ഓടിപ്പോവുക ചെയ്ത്. ഉള്ള കാര്യമാണ്. എന്നിട്ട് അതിൽ ഒരു 2 ഡ്രൈവറാണല്ലോ, ഒരു ഡ്രൈവർ എൻ്റെ വണ്ടി കയറിയിട്ട് വണ്ടി എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 25 കിലോമീറ്റർ എൻ്റെ കൂടെ ആൾ വന്നു. അതാണ് പറയുന്നത്. നമുക്ക് ഇവിടെ ഭയങ്കര ഇതാണ്. ഒരു ആരെയാ ഞങ്ങൾ വിളിക്കുക? ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റിൽ ആരിനെ വിളിക്കും? ഈ വണ്ടിക്കാർ എന്തെങ്കിലും കംപ്ലൈൻറ്റ് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ആരിനെയാണ് വിളിക്കേണ്ടത്? അധികാരികളെ വിളിച്ചാൽ അവർ ഒരു നമ്പർ ഇറക്കും. അത് കഴിഞ്ഞാൽ ആ നമ്പർ ജീവിതത്തിലുണ്ടായില്ല. എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചാൽ എടുക്കുകയില്ല, ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെയൊന്നും പോരാ. നിങ്ങളെ ഈ ലൈസൻസും ഈ ബുക്കും നല്ല കണ്ടീഷനായിട്ട് ഒന്ന് തരിക. ഞങ്ങൾ ഓൾ ഇന്ത്യ ഓടിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ, എല്ലാവർക്കും അല്ല. ഇപ്പം ചില വണ്ടിക്ക് ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ അറിവിൽ കൂടുതൽ ഇങ്ങനെയാണ് കാണുന്നത്. ഉണ്ടോ എന്തോ എനിക്ക് ഓർമ്മയല്ല, അറിയില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വേണ്ടില്ല. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയോ അതൊന്നുമല്ല. അധികാരികൾ ക്ഷമിക്കണം. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ടുകൾ പറയുന്നുള്ളൂ. ഇപ്പോൾ നമ്മളെ പിടിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് അത് വേറെ സ്ഥലത്ത് പോയിട്ട് നമ്മൾ ആരിനെയാണ് വിളിക്കുക? അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ബൈക്കുകാരോണ്ട് ഫ്രണ്ടിലിട്ടു, ഞാൻ ഇറങ്ങി ഓടി. അതായത് സിഖുകാരുണ്ടായിരുന്നു, സർദാജിമാർ, അവരുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് ഇതെടുത്തു. എന്താ പറഞ്ഞാൽ ഇവിടെ നമ്മുടെ മലയാളികളിൽ ആരുമില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് ഇത്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, പെട്ടെന്ന് വിളിച്ചാൽ കിട്ടുന്ന ഒരു നമ്പർ എല്ലാ വണ്ടിക്കാർക്കും കയ്യിൽ കൊടുക്കുക. പ്രശ്നങ്ങളുണ്ടായാൽ അപ്പം അറിയിക്കുക. അപ്പോൾ അധികാരികൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കണം. ഇല്ലാതെ വേറെ ഒന്നും പറയാനില്ല. മെയിനായിട്ട് ഈ ലൈസൻസ്, ഈ ബുക്കും ഇങ്ങനത്തെ ഒന്നും തന്ന് ഞങ്ങളെ ശല്യപ്പെടുത്തരുത്. എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരുപാട് പണം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒരുപാട് ടാക്സ് അത് ഇത് എല്ലാം കെട്ടിയിട്ടാണ് ഈ വണ്ടി ഓടുന്നത്, വെറുതെ അല്ല. ഇപ്പോൾ KSRTC ആണെങ്കിൽ ഒന്നും വേണ്ട. അതുപോലെയല്ല ഞങ്ങൾക്ക്. മനസ്സിലാക്കുക, ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ അവസ്ഥകളാണ് ഈ പറയുന്നത്. ഓക്കെ.